ഭർത്താവ് വെടിയെന്ന് വിളിക്കും പോലെ ഒരു അനുഭവം. അന്ന് അതെനിക്ക് അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. അതങ്ങനെ ഒരു പാവം മനുഷ്യനാണ്, വളരെ നല്ലൊരുത്തനാ. ദാമ്പത്യം ശരിയായോ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. ചുംബന സമരം നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ 2 പുസ്തകങ്ങൾ എന്നെ ചുംബിക്കാൻ പഠിപ്പിച്ച സ്ത്രീയെ എന്ന പുസ്തകവും ചുംബന ശബ്ദ താരാവലിയാണ്. തൂക്കിയിട്ട ചുക്കാമണി മഹാത്മ്യത്താൽ ഈ ഭൂലോകം മുഴുവൻ ഭരിക്കാമെന്ന നാട്യമുള്ള ആണുങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. എപ്പോഴും എൻ്റെ വാക്കുകൾ വേറിട്ട് നിൽക്കുന്ന പോലെയല്ല എനിക്ക് തോന്നാം, ഈ മുഴുമുഴാന്നാന്ന് തോന്നാം. അപ്പൊ അതിനൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ആ സീനുകളിലൊക്കെ എൻ്റെ നെഞ്ച് പടപട ഇടിക്കുന്നുണ്ടായിരുന്നു. കാരണം നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എല്ലായിടത്തും അയാൾ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഒരു ഡോറ് തുറന്ന് നിങ്ങൾ ഓടിയിരുന്നെങ്കിൽ. ഞാൻ LKG UKG മറ്റോ ആണ്. എൻ്റെ കഥ എൻ്റെ ആണുങ്ങളിലും എടുത്തു നോക്കിയാൽ അതിനകത്ത് സോളിറ്ററി സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. ചെറുപ്പം മുതൽ എനിക്ക് ഭയമില്ല. സാധാരണ കുട്ടികൾ പേടിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ എനിക്ക് ഭയമേ ഇല്ല. ഭയം ബുദ്ധിയുടെ ലക്ഷണമാണ്. ഈ ധൈര്യവും സാഹസികതയൊക്കെ മണ്ടന്മാർക്കുള്ളതാണ്. എഴുത്തുകാരി ഇന്ദു മേനോനാണ് നമുക്കൊപ്പോൾ. ഹായ് ഇന്ദു. ഇന്ദുവിനെ കാണുമ്പോൾ ആദ്യം ചോദിക്കേണ്ടത് ആ ചോദ്യം തന്നെയാണ് ഞാൻ ചോദിക്കുക. ഈ പെണ്ണിന്റെ രതികാമനകളെ കുറിച്ച് എഴുതുമ്പോൾ ചീത്തപ്പേര് വരും. ഈ ചീത്തപ്പേര് മറികടന്നും ഇന്ദു അത് ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് എഴുത്തിനെ കാണുന്നത് കൊണ്ടാണ്. എഴുത്തുകാരി എന്ന നിലയിലുള്ള എന്നെ ഒരു സ്ഥലത്ത് വെക്കും. എനിക്ക് 2 ഭാഗമുള്ളത്. ഒന്ന് വളരെ സാധാരണയായിട്ട് നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന, നാട്ടുകാരെ പേടിക്കുന്ന, ചീത്തപ്പേര്, കുറ്റപ്പേര്, പേര് ദോഷം ഇതിനെയൊക്കെ ഭയങ്കരമായി ഭയപ്പെടുന്ന, കുറച്ചുകൂടി മുടിയൊക്കെ നീട്ടി വളർത്തി ഭയങ്കര കണ്ട ഒന്നും വിചാരിക്കുക എന്തൊരു നാട്ടുമ്പുറം വിചാരിക്കുന്ന ഒരു ജീവി. ആ നാട്ടിലുള്ള എല്ലാ അപ്പൂപ്പന്മാർക്കും അമ്മാമ്മമാർക്കും ഒക്കെ വലിയ ലവുള്ള സ്നേഹമുള്ള, മറ്റേ ഭ്രാന്ത് പിടിച്ച വേറൊരു ജീവിതം. എന്നെ അറിയുന്ന ആളുകൾ ഒരിക്കലും എൻ്റെ കഥകളോ എഴുത്തുകളോ വായിക്കുന്നില്ല. സാധാരണ മനുഷ്യർ അല്ലെങ്കിൽ എന്നെ അറിയുന്ന ആൾക്കാർ അവർ വായിച്ചാൽ തന്നെ പറയും, അയ്യേ ഇത് നമ്മുടെ കുട്ടി എഴുതിയതല്ല, അത് ആരോ എഴുതിയിട്ട് അവളുടെ പേരിൽ കൊടുത്താണോ പറയും. ഇനിയിപ്പോൾ അതല്ല, മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എഴുതിയ സാധനം കഴിഞ്ഞിട്ട് എന്നെ കാണുമ്പോൾ നീയാണോ എഴുതിയത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ കാണുന്ന കാഴ്ചയിലുള്ള ഒരാളും എഴുതുന്ന ആളും തമ്മിൽ വലിയ അന്തരമുണ്ട്. അവർ ഏതോ പ്രായമുള്ള ഒരു അമ്മമ്മേനൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു എഴുത്തുകാരി എന്നുള്ള ഒരു സ്പേസ് വേറെയും വ്യക്തി എന്നുള്ള സ്പേസ് വേറെയും എനിക്ക് വെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം തടി കഴിച്ചിലായി പോയതാണ്. രാഷ്ട്രീയ പ്രവർത്തനമാണോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഇന്ദുവിന് ഇതൊരു ആസ്വാദനമാണ്. എഴുതി പോകുമ്പോൾ കിട്ടുന്ന ഒരു ഹർഷമുണ്ട്. അത് വാക്കുകളുടെ സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മുടെ മനസ്സിനെ നമുക്ക് അഴിച്ചുവിടാനും നമ്മൾ വിരാജിക്കാത്ത ഇടങ്ങളിൽ പോയിട്ട് വിരാജിക്കാനും ഒക്കെ ഉള്ളൊരു അവസ്ഥയുണ്ട്. ഇത് എഴുതി കഴിയുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു രസം അനുഭവിക്കുന്നുണ്ട്. ആ ഹർഷത്തെ ശരിക്കും എന്ത് വാക്കുകൊണ്ടാണ് എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുക എന്ന് എനിക്കറിയില്ല. എങ്ങനെയാണ് ആ ഒരു സന്തോഷത്തെ ഇന്ദു നോക്കിക്കാണുന്നത്? ഒരു വട്ടെന്നാണ്. ഒരു ടിപ്പിക്കൽ ഗ്രാമത്തിൽ ജീവിക്കുന്ന മലയാളി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ലൈഫ് പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതി പോലെയാണ്. കാരണം പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ്, പ്രതിബന്ധങ്ങൾ, മോളിന്നും അമർത്ത, അടിയിൽ നിന്ന് തീയും വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ളതാണ്. ഏത് സമയമാണ് അവൾ പൊട്ടിത്തെറിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ദ മസ്റ്റ് ബി എ വാൽവ് അല്ലേ, ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു വാൽവില്ലേ, അതുപോലെയാണ് എഴുത്ത്. പല സമയങ്ങളിലും നമുക്കൊരിക്കലും ആകാൻ പറ്റാത്ത, നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒക്കെ നമ്മുടെ എഴുത്തിൻ്റെ ലോകത്ത് കയറി വരാറുണ്ട്. നമ്മൾ ഇവിടെ സപ്രസ് ചെയ്ത് വെക്കുന്നതൊക്കെ അവിടെ ബേസ്റ്റ് ഔട്ട് ചെയ്യും. ഒരു സ്ഫോടനമാണെന്ന് ഞാൻ പറയാം, വിസ്ഫോടനം എന്ന് പറയാം. ആ വിസ്ഫോടനം സംഭവിച്ചു കഴിയുമ്പോൾ എന്താ വെച്ചാൽ ചോക്ലേറ്റും മാവൊക്കെ ഒഴുക്കുന്നുണ്ടോ, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂലേ? മനസ്സിലായോ? അതുപോലെയാ എഴുത്തിൻ്റെ ഒരു ഇതും അതാണ്. എഴുത്തിൻ്റെ ഒരു ലാവ വരും നമുക്ക്. ആ ഒരു ലാവ നമുക്ക് ഇപ്പം ഈ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ല, ഈ കൊഴുകുഴാന്നുള്ള ചോക്ലേറ്റ് ഇങ്ങനെ കൊഴുകുഴാന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലത്തെ ഒരു ഫീലാണ്. എപ്പോഴും എൻ്റെ വാക്കുകൾ വേറിട്ട് നിൽക്കുന്ന പോലെയല്ല എനിക്ക് തോന്നാം, ഈ മുഴുമുഴാന്നാന്ന് തോന്നാം. അപ്പം അതിനൊരു സുഖമുണ്ട്, ഒരു സന്തോഷമുണ്ട്. ഈ ഇതില്ലേ നമ്മൾ ബബിൾസ് ഒക്കെ കുത്തിപ്പൊട്ടിക്കുമ്പോണ്ടാവില്ല ഒരു ആഹ്ലാദം പോലൊരു സാധനം. ഈ ഇന്ദു ഒരു വശത്ത് ഈ എല്ലാവരെയും പേടിക്കുന്ന ഒരാളാവുന്നത് പോലെ പേടിയൊന്നുമില്ല. എനിക്ക് പേടിയേ ഇല്ല. ചെറുപ്പം മുതൽ എനിക്ക് ഭയമില്ല എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ പേടിക്കുന്ന ഭൂതപ്രേത പിശാചുക്കളെ എനിക്ക് ഭയമേ ഇല്ല. അച്ഛൻ ഒരു ദളിത് കോളനിയുടെ ഭൂതാൻ ഗ്രാമത്തിനടുത്താണ്, അതിനുള്ളിലാണ് ജീവിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർ മരിക്കുമ്പോൾ അതിൻ്റെ മൂലയിൽ തന്നെയാണ് കുഴിച്ചിരുന്നത്. അപ്പോൾ മരണത്തെക്കുറിച്ച് അധികമൊന്നും അറിയാത്ത സമയത്ത് നമ്മുടെ ഒരാൾ മരിച്ചു പോയ ഒരാൾ ആ കുഴീൻ്റെ അടിയിൽ, അപ്പോൾ അയാളോട് നമ്മൾ സംസാരിക്കും. പിന്നെ
പൂക്കൾ ഏറ്റവും അധികം കിട്ടുക ഈ ശവക്കോട്ടകളിലാണ്. കാട്ടുപഴങ്ങൾ, മാങ്ങ ഇവിടുത്തെ ഒന്നും ആരും പറക്കില്ല. നമ്മൾ പോലുള്ള ചില പ്രാന്തന്മാരെ പറക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളെ ഭയമില്ല. മൃഗങ്ങളെ അശേഷം ഭയമില്ല. പാമ്പിനെ ഒരു ഭയവുമില്ല. പാമ്പിനെയൊക്കെ കണ്ട് അങ്ങനെ പിടിക്കും, ഇങ്ങനെ അടിക്കും, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു ഭയമില്ലാത്തത് നല്ലതല്ല. ഭയം ബുദ്ധിയുടെ ലക്ഷണമാണ്. ഈ ധൈര്യവും സാഹസികതയൊക്കെ മണ്ടന്മാർക്കുള്ളതാണ്. ബുദ്ധിയുള്ളവൻ ആലോചിക്കും, ഞാൻ ഈ പാമ്പിനെ പോയി തൊള്ളാക്കി പിടിച്ചാൽ എന്ത് സംഭവിക്കും, അത് കടിക്കും. അതെനിക്കില്ലായിരുന്നു. പച്ചിലപ്പാമ്പില്ലേ, എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ ആയിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ പച്ചിലപ്പാമ്പിനെ തലയിൽ ഇങ്ങനെ കെട്ടിയാൽ ഒരു 3 മണിക്കൂർ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എന്നേക്കുമായി തലവേദന പോവുമെന്നൊരു അന്ധവിശ്വാസം എന്നോട് ഒരാൾ പറഞ്ഞു, ഒരു ആശാരി മാമ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു പച്ചിലപ്പാമ്പിനെ പിടിച്ചു. പക്ഷെ ഭാഗ്യത്തിന് ഒരു ഡിസ്കോ ഡബർ ഉണ്ട്, അതിങ്ങനെയുള്ള അതിൻ്റെ വായുടെ അവിടെ അങ്ങനെ ഇട്ടിട്ട് ഞാനിങ്ങനെ കെട്ടിയിട്ട് ഞാൻ ഒരു 4 മണിക്ക് അങ്ങ് കിടന്നുറങ്ങി. എൻ്റെ അമ്മ വന്ന് നോക്കുമ്പോൾ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ നെറ്റിയിൽ വീണ് കിടക്കുന്നുണ്ട്. അമ്മ അത് കാര്യമാക്കിയില്ല. 8 മണിയായിട്ട് അച്ഛൻ വന്ന് അച്ഛൻ എടുത്ത് നോക്കുമ്പോൾ ഒരു പാമ്പ്, അതിന് ചത്തിട്ടില്ലത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഇത് ഒരു അനാവശ്യ ധൈര്യം എനിക്കുണ്ട്. എനിക്ക് അത്ര ധൈര്യം വേണ്ട. ഭയം നല്ലതാണ്, ഭയം നല്ലതാണ്. ധൈര്യത്തെ കുറിച്ച് പറയുമ്പോഴാണ് നിങ്ങൾ ധൈര്യമായിട്ട് എഴുതുന്ന ചില വാചകങ്ങളിൽ അത്രയും ധൈര്യം നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. തൂക്കിയിട്ട ചുക്കാമണി മഹാത്മ്യത്താൽ ഈ ഭൂലോകം മുഴുവൻ ഭരിക്കാമെന്നുള്ള നാട്യമുള്ള ആണുങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. പൊതുസമൂഹത്തിൽ എങ്ങനെ ഇതിനെയൊക്കെ നേരിടണമെന്ന് ആശങ്കപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യ സ്ത്രീ ഉള്ളിലുണ്ട്. ആ മനുഷ്യ സ്ത്രീ ഇതുപോയി എഴുതുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഒരു തരത്തിലും നിങ്ങൾക്ക് പേടിയില്ല? ഇല്ല, അത് ഞാനാണ് എഴുതുന്നത് അവരാരും വിശ്വസിക്കുന്നില്ല. എന്നെ കണ്ടാലേ അയ്യോ ഇതവിടെ എഴുതും, അത് ആ പത്രക്കാരൻ എഴുതി ചേർത്തായിരിക്കും. അപ്പം ഞാൻ പറയും അതങ്ങനെ എഴുതി കണ്ട ഇതന്നെയാണ് പറയുന്നത്, ഭയങ്കര എഡിറ്റിംഗ് ആണ്, ഭയങ്കര അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ വിശ്വസിക്കും. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ ഗോത്ര വിഭാഗങ്ങളുടെ ഇടയിൽ, സാധാരണ അടിസ്ഥാന വർഗത്തിൻ്റെ ഇടയിൽ, ഓർക്ക് പിന്നെ സാഹിത്യത്തിൻ്റെ വലിയ അസുഖമൊന്നുമില്ല, അതുകൊണ്ട് വായിക്കില്ല. പിന്നെ അധികം വായിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ചെന്ന് പെടാതിരുന്നാൽ മതി. നന്നായി വായിക്കുന്നവരും എനിക്ക് പ്രശ്നമല്ല, ഒന്നും വായിക്കാത്തവരും എനിക്ക് പ്രശ്നമല്ല. അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ചില ആൾക്കാരാണ് എനിക്ക് പ്രശ്നം. ഓരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഭയങ്കര ഒഫൻഡഡ് ആവും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പറയാനൊന്നും നേരിട്ടൊന്നും അതൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ ഇപ്പോൾ എനിക്ക് തെറി വിളിക്കാൻ, ആളുകളെ തെറി വിളിക്കാൻ, അതൊന്നും എനിക്ക് ചീത്തയൊക്കെ പറയും. പക്ഷെ എനിക്ക് തെറിപ്പാങ്ങളൊന്നും അങ്ങനെയൊന്നും എനിക്കത്. പക്ഷെ മറ്റേ ആൾക്ക് പറ്റും, ആ എഴുത്തുകാരന് എഴുതാൻ എന്തും പറ്റും. എഴുതുമ്പോൾ ഞാൻ ഒന്നിനെ പറ്റിയും ആലോചിക്കുന്നില്ല. കാരണം എഴുതുമ്പോൾ ശരിക്കും ഇന്ന് ഇന്ത്യയിൽ എഴുതുമ്പം ഭയം നമ്മുടെ കൈക്കും കഴുത്തിനും പിടിക്കുന്നുണ്ട്. നിനക്ക് എഴുത്ത് വേണോ കഴുത്ത് വേണോ എന്ന് നോക്കുമ്പോൾ എനിക്ക് ഉള്ള എഴുത്ത് മതി എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ എഴുത്ത് മുറിയിൽ ഏറ്റവും സ്വതന്ത്രയായ ജീവിയാണ്.